കാണുന്ന പ്രേക്ഷകൻ്റെ കണ്ണു നനയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഫാൻറ്റസി മൂവിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ കാണാൻ ആദ്യമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സിനിമയുടെ പേര് എ മോൺസ്റ്റർ കോൾ. 2016 പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് ഫാൻറ്റസി അഡ്വഞ്ചർ മൂവിയാണ് ഇത്. കുഞ്ഞു പ്രായത്തിൽ തന്നെ ജീവിതത്തിലെ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് സിനിമയിലെ മെയിൻ ക്യാരക്ടർ കോണർ എന്ന് പറയുന്നൊരു കൊച്ചു പയ്യൻ. ക്യാൻസർ ബാധിച്ച് എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം എന്നുള്ള സാഹചര്യത്തിലാണ് കോണറിൻ്റെ അമ്മ ജീവിക്കുന്നത് തന്നെ. അങ്ങനെ ഇരിക്കെ കോണറിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ട്രീ മോൺസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് എ മോൺസ്റ്റർ കോൾ. ഇമോഷണലി നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയായിരിക്കും ഇത്. സിനിമയുടെ സ്റ്റോറി അത്ര ഗംഭീരമായിട്ടുള്ള സ്റ്റോറിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു നോർമലായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ അവർ ഈ സിനിമ പ്രസൻറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ സിനിമയാണിത്. ഒരുപാട് അവാർഡുകൾക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമയും കൂടെയാണ്. സിനിമയിലെ സിനിമോട്ടോഗ്രഫി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിഗംഭീരമായിരുന്നു. പിന്നെ സിനിമയുടെ CG വർക്കായിരുന്നാലും ഓവറോൾ എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഏകദേശം 1.25 മണിക്കൂർ മാത്രമേ ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഉള്ളൂ. ആ ഒരു ടൈം നമ്മൾ വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഈ സിനിമയും സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മളും അങ്ങനെ സഞ്ചരിക്കും. ആ രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ച ഈ ഒരു കൊച്ചു പയ്യൻ അവൻ വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് കേട്ടോ ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നത്. സോ പുള്ളി ഒരു രക്ഷയില്ല പയ്യൻ. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലൈഫ് ലെസൺസ് ഒക്കെ തരുന്ന രീതിയിലുള്ള വളരെ മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത CG വർക്ക്, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് കേട്ടോ ഈ ഒരു സിനിമ. പിന്നെ സിനിമ കാണുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ തോന്നും. അത് എനിക്ക് അത്ര വലിയ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് മൊത്തത്തിൽ സിനിമ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഫാൻറ്റസി മൂവി തന്നെയാണ്. സിനിമയുടെ സ്റ്റോറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് സിമ്പിളായിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും ഈ സിനിമ ഒരു പ്രസൻറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. വിഷ്വലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മൂവി ആണെങ്കിലും സിനിമയുടെ ചില സ്ഥലങ്ങൾ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. സോ അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫാൻറ്റസി മൂവി തന്നെയാണ്. സോ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ ഈ സിനിമയിൽ നിന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇതുപോലുള്ള മൂവി റെക്കമെൻഡേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ബൈ.